വിദേശ ബോക്സ് ഓഫീസിൽ സമീപകാലത്ത് മലയാള സിനിമ നേടിയ വളർച്ച ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് ഓവർസീസ് മാർക്കറ്റ് എന്നാൽ ഗൾഫ് മാത്രം ആയിരുന്ന കാലത്ത് നിന്ന് മോളിവുഡ് ഏറെ വളർന്നിരിക്കുന്നു. ഇന്ന് ലോകത്ത് മലയാളികൾ ഉള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും മലയാള സിനിമകൾ എത്തുന്നുണ്ട്. അതിൽ തന്നെ മോഹൻലാൽ ചിത്രങ്ങൾക്കാണ് ഏറ്റവും മികച്ച ഓവർസീസ് റിലീസ് ലഭിക്കാറ്. നേടുന്ന കളക്ഷൻ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഇപ്പോഴിതാ കൗതുകരമായ ഒരു ബോക്സ് ഓഫീസ് പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. വിദേശത്ത് $10 മില്യൺ അധികം നേടിയ ഒന്നിലധികം ചിത്രങ്ങളിൽ നായകനായ തെന്നിന്ത്യൻ നായകരുടെ പട്ടികയാണിത്. ട്രാക്കറമായ ബോളിവുഡ് ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൽ ആകെ 4 താരങ്ങൾ മാത്രമാണുള്ളത്. മലയാളത്തിൽ നിന്ന് മോഹൻലാൽ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വിജയ്, പ്രഭാസ്, രജനികാന്ത് എന്നിവർക്കൊപ്പമാണ് മോഹൻലാലും ഈ എലൈറ്റ് ക്ലബിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തെന്നിന്ത്യൻ നായിക താരങ്ങളിൽ വിദേശത്ത് ഏറ്റവും അധികം ചിത്രങ്ങളിൽ $10 മില്യൺ അധികം നേടിയിട്ടുള്ളത് വിജയാണ്. വിജയുടെ 6 ചിത്രങ്ങൾ ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രഭാസിന്റെയും രജനികാന്തിന്റെയും 5 വീതം ചിത്രങ്ങളും സമാന നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം മോഹൻലാൽ 2 ചിത്രങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ 2 റിലീസറായ എമ്പുരാനും തുടരും എന്നീ ചിത്രങ്ങളാണ് ഈ നേട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അതേസമയം അഭിനയിച്ച ഒരേയൊരു ചിത്രം ഈ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്ന താരം വേറെയുമുണ്ട്. രാംചരൺ, ജൂനിയർ എൻ.ടി.ആർ, അല്ലു അർജുൻ, യശ്, കമൽഹാസൻ, വിജയ് സേതുപതി എന്നിവരാണ് അത്. മൾട്ടിസ്റ്റാർ ചിത്രങ്ങളായ പൊന്നിയിൻ സെൽവൻ 2 ഭാഗങ്ങളും ഇതേ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം കരയിൽ ഒരു മാസത്തെ ഇടവേളയിൽ 200 കോടി ക്ലബ്ബ് ചിത്രങ്ങൾ എന്ന നേട്ടത്തിന് മോഹൻലാൽ സ്വന്തമാക്കിയത്. എമ്പുരാൻ തിയേറ്ററിലെത്തിയ മാർച്ച് 25-നായിരുന്നെങ്കിൽ തുടരും എത്തിയത് ഏപ്രിൽ 25-നായിരുന്നു. എമ്പുരാൻ 260 കോടിയിലേറെ നേടിയപ്പോൾ തുടരും 200 കോടി പിന്നിട്ട് ഇപ്പോഴും തിയേറ്ററിൽ തുടരുകയാണ്.